എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എന്നെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ദേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഞാൻ ആകെ ഇരുട്ടിലാണ്. തൻ്റെ ഉള്ളിലെ സങ്കടവും സഹനവുമെല്ലാം ഒളിപ്പിച്ച് അല്പം സരസഭാവത്തിൽ എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്തേക്കുള്ള വിദ്യുശക്തിയുടെ ലൈൻ കർത്താവ് ഫ്യൂസ് ഊരി മാറ്റിവെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ആകെ ഇരുട്ടിലാണ്. ഇതുപോലെ അന്ധകാരത്തിൽ, പ്രയാസത്തിൽ, സങ്കടത്തിൽ കഴിയുന്ന പലരെയും നമുക്ക് കാണാനാകും. വർഷങ്ങൾക്ക് മുൻപ് പൂന പേപ്പൽ സെമിനറിയിൽ നടത്തിയ ഒരു നാടകത്തിൻ്റെ കാര്യം ഓർക്കുകയാണ്. KS നമ്പൂതിരിയുടെ പതനം എന്ന നാടകം. അതിൻ്റെ കഥാപാത്രം തുടക്കത്തിൽ തൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരിക്കുന്ന ഒരു നിലവിളക്ക്, അത് കരിന്തിരി കത്തുമ്പോൾ അത് ചെന്ന് തിരി നീട്ടിയിടുവാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ആ തിരി അബദ്ധവശാൽ കെട്ടുപോകുന്നു. ആദ്യത്തെ നാടകത്തിലെ ഡയലോഗ് ഇപ്രകാരമാണ്: ഓ, വിളക്കു കെട്ടു. കാണികളെ ആദ്യന്തം കണ്ണീരിലാഴ്ത്തുന്ന ദുരന്ത കഥകളും പ്രയാസങ്ങളും വിവരിക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം ഏകദേശം ആ നാടകത്തിൻ്റെ ഇതിവൃത്തവുമൊക്കെ ഒറ്റ വാക്യത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്: വിളക്ക് കെട്ടു. പലരുടെയും ജീവിതത്തിൽ ഇപ്രകാരം വിളക്കുകെട്ട ഇരുട്ടിലായ അനുഭവങ്ങൾ പലപ്പോഴും നാം കേൾക്കാറുണ്ട്, കാണാറുണ്ട്. ചിലപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ അറിയാതെ ഈ ഒരു ഇരുട്ട്, അന്ധകാരം കടന്നു വരാറുണ്ട്. അപ്പോൾ നാം എപ്രകാരം ജീവിതത്തിലെ ഈ സഹനങ്ങളെ, അന്ധകാരത്തെ, ഇരുട്ടിനെ കൈകാര്യം ചെയ്യണം എന്നത് ഏറെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ആധ്യാത്മികതയെ ഉന്നതത്തിൽ ജീവിച്ചിരുന്ന വലിയ വിശുദ്ധർക്കും വേദപാരംഗതർക്കുമൊക്കെ ഇതുപോലെ ജീവിതത്തിൻ്റെ ഇരുട്ട് അനുഭവിച്ചിട്ടുള്ള ചരിത്രം നമുക്കറിയാം. നമുക്കേവർക്കും പ്രിയങ്കരിയായിരുന്ന കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതത്തിലെ ഈ ആത്മാവിൻ്റെ ഇരുണ്ട കാലഘട്ടത്തെപ്പറ്റി പലപ്പോഴും തൻ്റെ ആധ്യാത്മിക ഗുരുക്കളുമായും രൂപത അധ്യക്ഷനുമായുമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. 1953 അന്നത്തെ കൽക്കട്ടയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഫെർഡിനൻഡ് പെരിയറിനോട് മദർ തെരേസ ഇപ്രകാരം എഴുതി: ഉള്ളിൻ്റെ ഉള്ളിൽ അതിഭയാനകമായ ഇരുട്ട് ഞാൻ അനുഭവിക്കുന്നു. എല്ലാം മരിച്ചതുപോലെ. അതാണ് മദർ തെരേസ എഴുതിയത്. ഉള്ളിൻ്റെ ഉള്ളിൽ അതിഭയാനകമായ ഇരുട്ട് ഞാൻ അനുഭവിക്കുന്നുവെന്ന്. മദർ തെരേസ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ അന്ധകാരത്തിൽ, ഇരുട്ടിൽ കഴിഞ്ഞവർക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം കൊടുക്കുവാൻ വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. പക്ഷെ തന്നോടൊപ്പം കഴിഞ്ഞിരുന്നവർക്ക് പോലും ഒരിക്കലും അറിയാൻ പാടില്ലായിരുന്നു മദറിൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം വലിയ അന്ധകാരം, തന്നെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്ന ഇരുട്ട് എന്നും നിലനിന്നിരുന്നുവെന്ന്. മദർ തന്നെ തൻ്റെ നാമധാരി കൂടിയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ
ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞിരുന്നു: എത്ര ചെറിയ കാര്യമാണെങ്കിലും എൻ്റെ യേശു ചോദിക്കുകയാണെങ്കിൽ നിരസിക്കുവാൻ ഞാൻ ഇടവരുത്തില്ല. അതാണ് എൻ്റെ പ്രാർത്ഥനയും തീരുമാനവും. അതിൽ ഭേദം മരിക്കുകയാണെന്ന്. അങ്ങനെ യേശുവിന് വേണ്ടി സമ്പൂർണമായി സമസ്തവും സമർപ്പിച്ച ഈ ഒരു സന്യാസിനി, മറ്റുള്ളവരെ ശുശ്രൂഷിച്ച് അവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊടുത്ത ഈ ഒരു അമ്മ തൻ്റെ ജീവിതത്തിൽ അസഹനീയമായ ഒരു അന്ധകാരം അനുഭവിച്ചിരുന്നു. 1946 സെപ്റ്റംബർ 10 ഡാർജിലിംഗിലേക്ക് ആ വർഷത്തെ വാർഷിക ധ്യാനം പങ്കെടുക്കുവാൻ പോയപ്പോൾ ഈ കർത്താവിൻ്റെ പ്രത്യേകമായ വിളി, ദ വൊക്കേഷൻ വിതിൻ ദി വൊക്കേഷൻ, ദൈവവിളിയിലെ പ്രത്യേകമായ വിളി മദർ തെരേസ തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെ ലൊറേറ്റോ കോൺവെൻറ്റിലെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് കൽക്കട്ടയിലെ ചേരിയിലെ വെല്ലുവിളികൾ സ്വീകരിച്ച് അവർക്ക് ആശ്വാസം കൊടുക്കുവാൻ ജീവിതം സമർപ്പിച്ച മദർ തെരേസയുടെ ജീവിതത്തിൽ ഈ ഒരു അന്ധകാരം നിലനിന്നിരുന്നു. 1979 ജനുവരി മാസം 17 മദർ ഇപ്രകാരം എഴുതി: ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് ആർ ബട്ട് കിസ് ഓഫ് ജീസസ്. അതായത് ഈ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം കർത്താവിൻ്റെ നമുക്ക് തരുന്ന കിസ്സാണ്, ഉമ്മയാണ്. എ സൈൻ ദാറ്റ് യു ഹാവ് കം സോ ക്ലോസ് ടു ഹിം ദാറ്റ് ഹി ക്യാൻ കിസ് യു. നിങ്ങൾ ആ ക്രിസ്തുവിനോട് അത്രയും ചേർന്ന് നിന്നുകൊണ്ട് ആ ചുംബനം സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ്. ടു ബി ഏബിൾ ടു റിഡീം ദ വേൾഡ് ഹി ആക്സെപ്റ്റഡ് ബെത്ലഹേം, നാസറത്ത് ആൻഡ് കാൽവരി. അതായത് യേശു സ്വീകരിച്ച ആ ബെത്ലഹേമിൻ്റെയും നസ്രത്തിൻ്റെയും കാൽവരിയുടെയും ഒക്കെ സഹനം നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. എന്നാൽ ഇപ്രകാരം മറ്റുള്ളവർക്ക് അവരുടെ നൊമ്പരത്തിൻ്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ കരുത്തു നൽകിയ ആ സന്യാസിനി തൻ്റെ ജീവിതത്തിലുള്ള ഈ ഇരുട്ട് അന്ധകാരത്തെപ്പറ്റി ഇപ്രകാരം എഴുതുന്നു: എൻ്റെ ആത്മാവ് ഇപ്പോഴും ആഴമേറിയ കൂരിരുട്ടിലും ക്ലേശഭരിതമായ ഏകാന്തതയിലും തന്നെയാണ്. ഇല്ല, ഞാൻ പരാതി പറയുന്നില്ല. അവൻ എന്നെ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ ചെയ്യട്ടെ. അങ്ങനെ തൻ്റെ ജീവിതത്തിലുള്ള ഈ സഹനം സ്വീകരിക്കുവാൻ മദർ തെരേസ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും 1959 ജൂലൈ മാസം ഫാദർ പിക്കാച്ചി, പിന്നീട് കൽക്കട്ടയുടെ ആർച്ച് ബിഷപ്പായി മാറിയ കാർഡിനൽ ലോറൻസ് പിക്കാച്ചിക്ക് എഴുതുന്നത് ഇപ്രകാരമാണ്: നാഥ, എൻ്റെ ദൈവമേ, നീ ഉപേക്ഷിക്കുവാൻ പാകത്തിൽ ഞാൻ ആരാണ്? നിൻ്റെ സ്നേഹത്തിൻ്റെ കുരുന്ന് ഇപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ട ഒരാളായി മാറിയിരിക്കുന്നു. ഒന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ നിന്നെ പിടിക്കുന്നു. എനിക്ക് നിന്നെ വേണം, എന്നാൽ മറുപടി നൽകാൻ എനിക്ക് ആരുമില്ല. എനിക്ക് മുറുകെ പിടിക്കാൻ ആരുമില്ല, ആരുമേയില്ല. തനിച്ച് ഈ ഇരുളിന് അത്രയ്ക്ക് ഇരുട്ടാണ്. ഞാൻ തീർത്തും ഒറ്റയ്ക്കാണ്, ആർക്കും വേണ്ടാത്തവൾ, പരിത്യജിക്കപ്പെട്ടവൾ. സ്നേഹത്തിനായി ഞാൻ കൊതിക്കുന്നു. ഹൃദയത്തിൻ്റെ ഏകാന്തത അസഹ്യമാകുന്നു. എൻ്റെ വിശ്വാസം എവിടെ? ആഴത്തിൽ നോക്കിയാൽ ശൂന്യതയും ഇരുളും മാത്രം. എൻ്റെ ദൈവമേ, അപരിചിതമായ ഈ വേദന
എത്ര വേദനാജനകമാണ്. ഒടുങ്ങാത്ത വേദനയാണ് അത്. അങ്ങനെ മദർ തൻ്റെ ജീവിതത്തിൽ ഈ അനുഭവിച്ചിരുന്ന അസഹനീയമായ വേദന, നൊമ്പരം തൻ്റെ ആത്മീയ ഗുരുവായ ഫാദർ പിക്കാച്ചിക്ക് എഴുതി 1959. വീണ്ടും വർഷങ്ങൾക്കു ശേഷം 1961 ഏപ്രിൽ മാസം പൂന ജ്ഞാനദീപ വിദ്യാപീഠത്തിൽ ദൈവശാസ്ത്ര അധ്യാപകനായിരുന്ന ഫാദർ ജോസഫ് നോയിനറിന് മദർ തെരേസ ഇപ്രകാരം എഴുതി: എൻ്റെ ആത്മാവിൽ ദൈവത്തിൽ നിന്നുള്ള ഇടം ഒഴിഞ്ഞു കിടക്കുന്നു. എന്നിൽ ദൈവമില്ല. ദൈവത്തെ പ്രതി ഞാൻ വല്ലാതെ വേദനിക്കുകയും അതിനായി മോഹിക്കുകയും ചെയ്യും. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത്, അവന് എന്നെ ആവശ്യമില്ല, അവൻ അവിടെയില്ല. എന്നിരുന്നാലും ഞാൻ സന്തുഷ്ടയാണ്. ദൈവത്തിൻ്റെ വയലിൽ ഒരു പൂവായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ ഫാദർ ജോസഫ് നോയിനറിനും മദർ തൻ്റെ ഈ ആന്തരികമായ നൊമ്പരം അറിയിച്ചുകൊണ്ട് എഴുതുന്നു. ഫാദർ നോയിനറിൻ്റെ മറുപടി മദറിന് ഏറെ ആശ്വാസം കൊടുക്കുന്ന വിധത്തിലായിരുന്നു. ഒരുപക്ഷെ ഇപ്രകാരം ജീവിതത്തിൽ അന്ധകാരവും കൂരിരുളും അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം പകരുന്ന വചനങ്ങൾ. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയത്: ദൈവത്തെ പ്രാപിക്കാനുള്ള ഈ കലശലായ മോഹം, അതുതന്നെ ദൈവം തൻ്റെ ആത്മാവിലെ അന്ധകാരത്തിന് നടുവിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ആ ദാഹം, മോഹം, അതുതന്നെയാണ് ഈ കൂരിരുളിൻ്റെ അവസരത്തിലും പിന്നിലാവ് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്ന് നോയിനർ അച്ഛൻ മദർ തെരേസയ്ക്ക് തിരികെ എഴുതി അറിയിച്ചു. മദർ പറഞ്ഞു: കഴിഞ്ഞ 11 വർഷമായി ഞാൻ അനുഭവിച്ചിരുന്ന ആ സംഘർഷങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്നു അത്. അങ്ങനെ സാവധാനം ഈ ഇരുളിനെ സ്നേഹിക്കുവാൻ, ഈ ഇരുളെ സ്വീകരിക്കുവാൻ എനിക്ക് ശക്തി കിട്ടി എന്ന് മദർ പ്രത്യേകമായി പറയുന്നു. ഇങ്ങനെ ആത്മീയ വ്യഥകളുടെ ഈ ആഴത്തിലുള്ള അനുഭവത്തിലൂടെ മദർ തൻ്റെ ജീവിതത്തിൽ എന്നും അദൃശ്യനായി നിലകൊള്ളുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ പരിശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കണം മദർ തൻ്റെ ഭാവി ജീവിതത്തിൽ അഥവാ ഒരു വിശുദ്ധിയായി തീർന്നാൽ താൻ ഇരുളിൻ്റെ വിശുദ്ധിയായി മാറും എന്ന് അഭിപ്രായപ്പെട്ടിരുന്നത്. ഞാൻ മിക്കപ്പോഴും സ്വർഗത്തിൽ ഉണ്ടാവില്ല, ഭൂമിയിൽ ഇരുളിൽ കഴിയുന്നവർക്ക് ഒരു ദീപമായി തെളിയുവാൻ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും എന്ന് മദർ 1962 തന്നെ എഴുതിയിരുന്നു. അങ്ങനെ അഥവാ താനൊരു വിശുദ്ധിയായി മാറിയാൽ മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ ദീപം തെളിക്കുന്ന ഒരു വിശുദ്ധിയായി മാറുമെന്ന്. അങ്ങനെ മദർ തെരേസ വിശുദ്ധ പദവിയിലേക്ക് എത്തിയ ഏറ്റവും സ്വീകാര്യയായ ഒരു അമ്മയുടെയും ജീവിതത്തിൽ ഈ ഇരുള്, ഈ അന്ധകാരം അനുഭവിച്ചെങ്കിൽ തീർച്ചയായും അനുദിന ജീവിതത്തിൽ സാധാരണക്കാരായ നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന സഹനങ്ങൾ, ഇരുള്, അന്ധകാരം, അതിൻ്റെ പിന്നിൽ ഒരു പിൻനിലാവ് പോലെ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം നാം തിരിച്ചറിയണം, കണ്ടെത്തണം. വീണ്ടും ജീവിതം കടും നിരാശയിലേക്ക് നിവേദിപ്പിക്കാതെ എന്നും പ്രത്യാശയോടുകൂടെ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം ഞാൻ തിരിച്ചറിയണം. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, ആ കാർമലൈറ്റ് മിസ്റ്റിക് വേദപാരംഗതൻ, തൻ്റെയും ജീവിതത്തിൽ ഈ ഒരു ദ ഡാർക്ക് നൈറ്റ്,
ഇരുളിൻ്റെ രാവ് തൻ്റെ ജീവിതത്തിൽ എന്നും അനുഭവിച്ചിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാൻസ ഓഫ് ദ സോൾ, ഈ ഇരുളിൻ്റെ രാവിനെ പറ്റി എഴുതുന്നത് ഇപ്രകാരമാണ്: വൺ ഡാർക്ക് നൈറ്റ് ഫയർഡ് വിത്ത് ലവ്സ് urgent longings, oh the sheer grace, I went out unseen, my house being now all stilled. ഓ ഇരുണ്ട രാത്രി, സ്നേഹത്താൽ ജ്വലിച്ചുകൊണ്ട് എന്നെ ആവേശപ്പെടുത്തുന്നു. ഓ കൃപയുടെ കൃപയെ, നിന്നിൽ ഞാൻ അദൃശ്യനായി, എൻ്റെ ഭവനം ഏകാന്തതയിൽ ഇപ്പോഴുമുണ്ട്. ഒരു ഇരുണ്ട രാത്രി, വൺ ഡാർക്ക് നൈറ്റ്. ഇതാണ് കുരിശിലെ യോഹന്നാൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവം 2 ഘട്ടങ്ങളിലായിട്ടാണ് വിവരിക്കുക. ഒന്ന്, ഈ അരൂപിയുടെ രാവ് എന്ന് വ്യക്തമാക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒന്ന്. 2, തൻ്റെ ജീവിതത്തിലെ ഈ ശാരീരികമായ അസാന്നിധ്യം. തൻ്റെ ജീവിതത്തിൽ ഇത്രയും ദൈവത്തോടുള്ള മോഹമുണ്ടെങ്കിലും ദാഹമുണ്ടെങ്കിലും തൻ്റേതായ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ ജീവിതമൊരു ഇരുളിൽ ആയതുപോലെ. പക്ഷേ എങ്കിലും അതിനപ്പുറത്ത് ആ ഇരുളിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ സാന്നിധ്യം കണ്ടെത്തുവാൻ വേണ്ടി കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ വീണ്ടും തൻ്റെ ആധ്യാത്മിക ജീവിതം ഉന്നതങ്ങളിലേക്ക് ഉയർന്നു പറക്കുവാൻ വേണ്ടി താൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിൽ എത്രയോ വിശുദ്ധാത്മാക്കളുണ്ട് ഇതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ ഈ അന്ധകാരം, ഈ ഇരുൾ അനുഭവിച്ചവർ. കുരിശിൻ്റെ വിശുദ്ധ പൗലോസ് 1694 മുതൽ 1775 വരെ ജീവിച്ച പാഷനിസ്റ്റ് സഭയുടെ സ്ഥാപകനായ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഈ അന്ധകാരത്തിൻ്റെ നാളുകൾ അനുഭവിച്ച വ്യക്തിയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഷന്താൽ 1572 മുതൽ 1641 വരെ ഈ ഭൂമിയിൽ നമ്മെപ്പോലെ ജീവിച്ച ആ വിശുദ്ധ, പക്ഷേ അനുദിന ജീവിതത്തിൽ അന്ധകാരത്തിൻ്റെ അപ്പുറത്തും ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ സാന്നിധ്യം കൊതിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിച്ചു. ഏറ്റവും പ്രസിദ്ധയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെയും ജീവിതത്തിൽ ഈ നിഴലുകൾ, അന്ധകാരം എന്നും അനുഭവിച്ച വ്യക്തിയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അതിൻ്റെ 32-ാം അധ്യായം 10-ാം വാക്യത്തിൽ, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി, അവനെ വാരിപ്പുണർന്നു, താൽപ്പര്യം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു, കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ. അങ്ങനെ കൂട് ചലിപ്പിക്കുന്ന കഴുകനെ പോലെ എൻ്റെ ജീവിതത്തിലേക്കും ഈ അസ്വസ്ഥതകൾ, സുരക്ഷിതമില്ലായ്മയുടെ അനുഭവങ്ങൾ, ഈ അന്ധകാരത്തിന് നാളുകൾ കടന്നു വരുന്നു. പക്ഷേ ഈ കഴുകൻ കൂട് ചലിപ്പിക്കുന്നത് ഈ കുഞ്ഞ് സാവധാനം പറക്കുവാൻ പഠിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. എന്നും എൻ്റെ നന്മയ്ക്കു വേണ്ടിയാണ് ഈ പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ വരുന്നത് എന്ന് ഞാൻ തിരിച്ചറിയണം. അപ്പോൾ ഈ ഇരുളിൻ്റെ നാളുകളിലും എൻ്റെ ജീവിതത്തിലെന്നും താങ്ങായി, തണലായി, കരുത്തായി കടന്നു വരുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ സാമീപ്യം എനിക്ക് അനുഭവപ്പെടാനാകും. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ
അതിൻ്റെ 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവ് ഈ 3 യുവാക്കളെ എരിയുന്ന തീയിലേക്ക് വലിച്ചെറിയുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതിശയമായി ഈ 3 പേർക്ക് പകരം ഇതാ 4-മതൊരാൾ. അവരോടൊപ്പം ഈ 4-മതുള്ള ഒരാളോടൊപ്പം ഈ 3 പേരും ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് ഈ എരിയുന്ന തീയിൽ. നെബൂഖദ്നേസർ രാജാവ് തൻ്റെ ഉപദേശകന്മാരോട് ചോദിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതേ രാജാവേ, അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ ഈ എരിതീയിൽ കഴിയുന്ന എറിയപ്പെടുന്ന ഈ 3 പേരോടൊപ്പം 4-മതൊരാൾ കർത്താവിൻ്റെ ദൂതൻ അവർക്ക് ആശ്വാസമായി കരുത്തായി കടന്നു വരുന്നു. ഇതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ അനുദിനമുള്ള അസ്വസ്ഥതകളുടെ അവസരങ്ങളിൽ, കൂരിരുൾ ജീവിതത്തിൽ നിറയുമ്പോൾ കൂട്ടിന് കൂടെ കർത്താവ് കടന്നു വരുമെന്ന ഒരു വിശ്വാസത്തിൻ്റെ ദൃഢമായ പ്രത്യാശ നാം എന്നും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. സങ്കീർത്തകൻ നമ്മോട് പറയുക, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. അങ്ങനെ നമ്മെ പരീക്ഷിക്കുന്ന ആ ദൈവം നമ്മെ എന്നും ആശ്വസിപ്പിക്കുവാൻ കൂടെയുണ്ട്. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഈ പരീക്ഷണങ്ങളുടെ കാലഘട്ടത്തിനപ്പുറത്തും ദൈവം എന്നോടൊപ്പം അവിടുത്തെ കൃപയിൽ സമൃദ്ധമായ സാന്നിധ്യമായി കൂടെയുണ്ടാകും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾ വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. അങ്ങനെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെയും സങ്കടങ്ങളുടെയും അവസരങ്ങളിൽ പോലും എന്നും പ്രത്യാശയോടുകൂടെ പോകുവാൻ, ഹൃദയത്തിലെ ആനന്ദത്തിൻ്റെ അനുഭവം കുറക്കാതിരിക്കുവാനാണ് പത്രോസ് ശ്ലീഹ നമ്മോട് പറയുക. തുടർന്ന് എഴുതുന്നു, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അഗ്നിയിൽ ഉരുകി ഒഴുകുന്ന ലോഹമാണ് സ്വർണം, കൂടുതൽ അതിന് പ്രശോഭയേകുക. ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ പരീക്ഷകളെ അതിജീവിക്കുമ്പോൾ ജീവിതം കൂടുതൽ ശോഭനമായി മാറുന്നു. എൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിക്കുക. കൂരിരുൾ മൂടുമ്പോൾ, കുരിശുകൾ തിങ്ങുമ്പോൾ കൂട്ടിനു കൂടെ കർത്താവ് കടന്നു വരും. ആ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഓരോ ക്രൈസ്തവനും എന്നും ആശ്വാസവും അനുഗ്രഹവും. തോമസ് മെർട്ടൻ്റെ ഈ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന പുസ്തകത്തിലെ ഒരു വാക്യം, ഗോഡ് ഈസ് എവരിവെയർ, നെവർ ലീവ്സ് അസ്. ദൈവം എല്ലായിടത്തുമുണ്ട്, നമ്മെ ഒരിക്കലും അവിടുന്ന് ഉപേക്ഷിക്കുന്നില്ല. യെറ്റ് ഹി സീംസ് സംടൈംസ് ടു ബി പ്രസൻറ്റ്, സംടൈംസ് ആബ്സെൻറ്റ്. എങ്കിലും എല്ലായിടത്തും ദൈവമുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ അവിടുന്ന് നമ്മോടൊപ്പം സന്നിഹിതനാണെന്നും ചില അവസരങ്ങളിൽ അവിടുന്ന് ഇല്ല എന്നുമുള്ള അനുഭവം നമുക്കുണ്ടാകാം. ഇഫ് വി ഡു നോട്ട് നോ ഹിം വെൽ, അവനെ ശരിയായി നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ, വി ഡു നോട്ട് റിയലൈസ് ദാറ്റ് ഹി മേ ബി മോർ പ്രസൻറ്റ് ടു അസ് വെൻ ഹി ഈസ് ആബ്സെൻറ്റ് ദാൻ വെൻ ഹി ഈസ് പ്രസൻറ്റ്.
അവൻ സന്നിഹിതനായിരിക്കുമ്പോൾ എന്നതിനേക്കാൾ കൂടുതലാണ് അവനെ നാം കാണാത്ത നിമിഷങ്ങളിൽ നമ്മോടൊപ്പമുള്ളത് എന്ന് നാം തിരിച്ചറിയണം എന്നാണ്. അവിടുന്ന് നമ്മോടൊപ്പം സന്നിഹിതനാകുന്നതിൻ്റെ അവസരത്തിൽ നാം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത അവസരത്തിലാണ് നാം കൂടുതൽ ദൈവം നമുക്ക് സന്നിഹിതനാണെന്നുള്ള കാര്യം തിരിച്ചറിയുവാനാണ് ഈ പ്രസിദ്ധനായ ചിന്തകൻ തോമസ് മെർട്ടൺ നമ്മോട് പറയുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെ അവസരങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ, ജീവിതം ഇങ്ങനെ ഇരുട്ടിലായി എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, ദൈവത്തിലെന്നും പ്രത്യാശയോടുകൂടെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് മുന്നോട്ട് പോകാം. മദർ തെരേസയുടെ അനുഭവം, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ അനുഭവം, ചരിത്രത്തിൽ ജീവിച്ച മറ്റു പല വിശുദ്ധാത്മാക്കളുടെയും അനുഭവം നമുക്കും ഒരു പ്രചോദനമാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ എന്നും അറിയുകയും അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളിൽ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ സാന്നിധ്യം ചിലപ്പോഴെങ്കിലും ഞങ്ങൾ അറിയാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. ജീവിതം തന്നെ അന്ധകാരത്തിൽ ഇരുളിൽ ആയിപ്പോകുന്ന നിമിഷം, എങ്ങോട്ട് തിരിയണമെന്നും ആരെ ആശ്രയിക്കണമെന്നും അറിയാൻ സാധിക്കാത്ത നിമിഷങ്ങൾ, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്ത അവസരങ്ങൾ, ഏകാന്തതയുടെ തുരുത്തിൽ അകപ്പെട്ടു പോകുന്ന അവസരങ്ങൾ. സ്നേഹപിതാവായ ദൈവമേ, എല്ലാ കാലങ്ങളിലും എല്ലാ നേരങ്ങളിലും എല്ലാ നിമിഷങ്ങളിലും അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അങ്ങ് ഞങ്ങളെ കാണുന്നുവെന്ന് മനസ്സിലാക്കാൻ, ഞങ്ങൾ അങ്ങേ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. വിശ്വാസത്തോടുകൂടെ അങ്ങിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, പ്രത്യാശയോടുകൂടെ എന്നും മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, ജീവിതം ഇരുളിൽ ആയിപ്പോകുന്ന നിമിഷങ്ങളിൽ, കൂരിരുൾ തിങ്ങുന്ന അവസരങ്ങളിൽ കൂട്ടിന് ക്രിസ്തു കൂടെയുണ്ട് എന്ന് നമുക്ക് എന്നും പ്രത്യാശിക്കാം. അവിടുത്തെ സ്നേഹത്തിൻ്റെ പൊൻകിരണങ്ങൾ നമ്മോടൊപ്പം എന്നും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. പിൻനിലാവ് പോലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.